നമ്മുടെ രാഷ്ട്രീയക്കാർക്ക് എവിടെയാണ് പിഴവ് പറ്റിയത്? ഇത് എവിടെ തൊട്ടാണ് അത് ആരംഭിച്ചത്? ആ പിഴവിനെ അധികാര രാഷ്ട്രീയമാണ് ഇതിൻ്റെ പ്രധാന ഇത്. അന്ന് അധികാര രാഷ്ട്രീയമില്ലല്ലോ, പ്രക്ഷോഭണത്തിൻ്റെ രാഷ്ട്രീയമല്ലേ, ആദർശത്തിൻ്റെ രാഷ്ട്രീയമല്ലേ, പ്രത്യയശാസ്ത്രത്തിൻ്റെ രാഷ്ട്രീയമല്ലേ. അല്ല, ഇപ്പോഴും പ്രക്ഷോഭണ രാഷ്ട്രീയം എന്ന് പറയുന്നത് അധികാര രാഷ്ട്രീയത്തിൻ്റെ ഒരു ഭാഗമായിട്ടല്ലാതെ വളരെ ശുദ്ധമായ പ്രക്ഷോഭണ രാഷ്ട്രീയം വളരെ കുറച്ചല്ലേ ഉള്ളൂ. ഇല്ല എന്ന് ഞാൻ പറയുന്നില്ല. അവരാരും അധികാരത്തിന് വേണ്ടിയുമല്ല. ഇപ്പം പരിസ്ഥിതി സംരക്ഷണം, അതല്ലെങ്കിൽ ജനങ്ങളുടെ അടിസ്ഥാന പ്രശ്നങ്ങൾ പരിഹരിക്കുന്നതിന് വേണ്ടി പ്രവർത്തിക്കുന്ന ചിലരുണ്ട്. അവരൊന്നും അധികാരമോഹികളായിട്ടല്ല അതിന് വന്നിട്ടുള്ളത്. അത് ശരിയാണ്. അപ്പോൾ സമൂഹത്തിൽ ഇങ്ങനെ ഒരു വേർതിരിവ് വന്നിരിക്കുന്നു. അതിൽ അധികാര രാഷ്ട്രീയക്കാർക്കാണ് ഇന്ന് അപ്പർ ഹാൻഡ്, മുൻകൈ അവർക്കായിപ്പോയി. അതുകൊണ്ട് തന്നെ സമൂഹത്തിൻ്റെ എല്ലാ കാര്യങ്ങളും നിയന്ത്രിക്കുന്നത് അവരാണ്. ആ മുൻകൈ അവസാനിപ്പിക്കാൻ നമുക്ക് സാധിക്കണം. ഇന്നിപ്പോൾ മാർജിനൽ ഗ്രൂപ്പ് എന്ന് പറയുന്ന സാമൂഹ്യ പ്രവർത്തകന്മാരുണ്ട്. ആദർശമില്ലാഞ്ഞിട്ടല്ല, അന്നുമുണ്ട്. അന്ന് മനുഷ്യന് ആത്മീയമായ കാര്യങ്ങളുണ്ട്, ആദർശ പ്രചോദിതമായ കാര്യങ്ങളുണ്ട്. അതൊന്നും വറ്റിപ്പോയിട്ടില്ല അതിൻ്റെ ഉറവുകൾ. പക്ഷെ ആ ഉറവുകളുടെ ആ ശക്തി കുറയും ചില കാലങ്ങളിൽ. അത് സാമ്പത്തിക സാമൂഹ്യ ശക്തികൾ കൊണ്ടായിരിക്കും. സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ മാറും. ഇന്ന് സമൂഹത്തിൻ്റെ മൂല്യങ്ങൾ മാറിയിരിക്കുന്നു. ഇത് എക്കാലവും നിലനിൽക്കുമെന്ന് സാറ് കരുതുന്നുണ്ട്? ഇതിനൊരു മാറ്റം ഉണ്ടാകാതിരിക്കാൻ നിവൃത്തിയില്ല. എങ്ങനെയാ മാറ്റം ഉണ്ടാകും? ആ മാറ്റം ഉണ്ടാകണമെങ്കിൽ നമ്മൾ ശക്തമായി ഇടപെടണം. മനസ്സിലായ? അതിന് സമൂഹത്തിൽ ഇന്നിപ്പോൾ ഇതിനെ കണ്ടുകൊണ്ട് അതിനെ വിമർശിച്ചുകൊണ്ട് അപഹസിച്ചുകൊണ്ട് മാറി നിൽക്കുന്നതിന് പകരം അത് കറക്റ്റീവ് ഫോഴ്സായിട്ട് വർക്ക് ചെയ്യാനുള്ള ഒരു സന്നദ്ധത നമ്മുടെ ആൾക്കാർക്ക് ഉണ്ടാവുന്നില്ല. ഇപ്പോൾ രാഷ്ട്രീയത്തെ കുറ്റം പറയും, അധികാര രാഷ്ട്രീയത്തെ കുറ്റം പറയും, രാജ്യത്തിലുള്ള അഴിമതിയെ കുറ്റം പറയും, വർഗീയതയെ കുറ്റം പറയും. ഇത് മാറി നിന്ന് പറയുന്നതല്ലാതെ അത് ഇല്ലാതാക്കുവാനുള്ള പരിശ്രമത്തിൻ്റെ ഭാഗമായി അവരൊന്നും ചെയ്യുന്നില്ല. വളരെയധികം പേരും ചെയ്യുന്നില്ല എന്നുള്ളതാണ് ഒരു കാരണം. അല്ല, നീതിബോധവും സാമൂഹ്യ ബോധവുമുള്ള ആളുകൾ രാഷ്ട്രീയത്തിലേക്ക് കടന്നു വരാത്തതാണോ ഈ വീഴ്ചയ്ക്ക് കാരണം? ഒരു കാര്യം അതാണ്. ഇത് നമുക്ക് പറ്റിയതല്ല, ഇത് വൃത്തികെട്ട ഒന്നാണ് എന്നൊരു തോന്നൽ അവർക്കുണ്ട്. രാഷ്ട്രീയം എന്ന് പറയുന്നത് വെറും കക്ഷി രാഷ്ട്രീയം മാത്രമാണോ? ഞാനിപ്പോൾ എൻ്റെ ഗ്രാമത്തിൽ ഒരു വായനശാല തുടങ്ങിയാൽ അതും രാഷ്ട്രീയ പ്രവർത്തനമായിട്ടാണ്. രാജ്യത്തിൻ്റെ വളർച്ചയ്ക്ക് വേണ്ടിയാണ് ഞാനത് ചെയ്യുന്നത്. അങ്ങനത്തെ ധാരാളം അതാണ് മഹാത്മാഗാന്ധിയുടെ നിർമ്മാണ പ്രവർത്തനം എന്നൊക്കെ പറയുന്നത്. അങ്ങേര് സ്വാതന്ത്ര്യം കിട്ടിക്കഴിഞ്ഞാൽ രാജ്യം എങ്ങനെ ആയിരിക്കണം എന്നുള്ളതിനെപ്പറ്റി മുൻകൂട്ടി ചിന്തിക്കുകയും അതിന് ജനങ്ങളെ സന്നദ്ധരാക്കുകയും ചെയ്ത ഒരു നേതാവായിരുന്നു മഹാത്മാഗാന്ധി. അങ്ങനെയുള്ള ഒരു ചിന്താഗതി പുതിയ തലമുറയിലെങ്കിലും വളർത്താൻ നമ്മുടെ അധ്യാപക സമൂഹത്തിനൊരു ബാധ്യത. ഇപ്പോൾ ഈ രാഷ്ട്രീയക്കാരെന്ന് പറഞ്ഞാൽ അവർക്ക് ഇന്നത്തെ കാര്യം മാത്രം, അവർക്ക് നാളത്തെ ഇതില്ല, മറ്റന്നാളത്തത് തീരെയില്ല. അത് രാഷ്ട്രീയക്കാരെ സംബന്ധിച്ചിടത്തോളം ഇന്നത്തെ നിലനിൽപ്പും ഇന്നത്തെ പ്രശ്നങ്ങൾ നേരിടാനുള്ള അവരുടെ തന്ത്രപരമായ നിലപാടും അതും വളരെ ആദർശപരമായിട്ടല്ല. അതാണ് ഒരു വ്യത്യാസം. ഈ ചൈനീസ് ഒരു പഴഞ്ചൊല്ലുണ്ട്, നിങ്ങൾക്ക് ഒരു ദിവസത്തെ ഐശ്വര്യം, ഒരു വർഷത്തെ ഐശ്വര്യമാണ് വേണ്ടതെങ്കിൽ നെൽകൃഷി ചെയ്യുക, 10 വർഷത്തെ ഐശ്വര്യമാണെങ്കിൽ മരം വെച്ച് പിടിപ്പിക്കുക, 100 വർഷത്തെ ഐശ്വര്യമാണ് നിങ്ങൾക്ക് വേണ്ടതെങ്കിൽ വാസ്തവത്തിൽ മനുഷ്യനെ വളർത്തിയെടുക്കുക. അങ്ങനെ വളർത്തിയെടുക്കാനുള്ളൊരു പ്രസ്ഥാനം, നല്ല മനുഷ്യരെ വാർത്തെടുക്കാനുള്ള, മനുഷ്യരിൽ അന്തർലീനമായി കിടക്കുന്ന ആ ഇതുകളുണ്ടല്ലോ, ചില ഗുണങ്ങൾ, ആ ഗുണങ്ങളെ ഉണർത്തി അതിനെ ഊതി ഉണർത്തി അഗ്നിജ്വാലയാക്കി മാറ്റാൻ നമുക്ക് കഴിയും. അല്ലെ, രാഷ്ട്രീയ രംഗത്തുണ്ടായിട്ടുള്ള, പ്രത്യേകിച്ച് ഇപ്പോഴുണ്ടായിട്ടുള്ള ധർമ്മച്യുതിക്ക് കാരണം അതിലൊരു ആധ്യാത്മികമായ അടിത്തറ ഇല്ലാതായതാണ്. അതുകൊണ്ട് വാസ്തവത്തിൽ നമ്മൾ വലിയ ആത്മീയ പാരമ്പര്യമുള്ള ഒരു രാജ്യമാണെന്നൊക്കെ വളരെ അവകാശപ്പെടുമെങ്കിലും വാസ്തവത്തിൽ നമ്മളെപ്പോലെ ഭൗതികമായി ചിന്തിക്കുന്ന വേറൊരു ഇല്ല എന്നാണ് പറയുന്നത്. ഇപ്പോൾ അമേരിക്കക്കാരെ പറ്റി നമ്മൾ പറയുക, ഇതൊക്കെയാണ് അമേരിക്കയെ പറ്റി എനിക്ക് എൻ്റെ വേറെ അഭിപ്രായമുണ്ട്, അവരുടെ രാഷ്ട്രീയത്തെ പറ്റിയൊക്കെ. അതല്ല, അവർ വളരെ അതിസമ്പന്നമായൊരു രാജ്യമാണ്. പക്ഷേ ഇതൊക്കെയാണെങ്കിലും ഈ അതിസമ്പന്നതയുടെ ഇടയിലും അവരുടെ ഒരു ചില മൂല്യങ്ങളുണ്ട് അവർക്ക്. അത് പറയാതിരിക്കാൻ നിവർത്തിയില്ല. അവർ പണം ഉണ്ടാക്കി കഴിഞ്ഞാൽ ഒരു നല്ല ഭാഗം സാമൂഹ്യ പ്രവർത്തനത്തിനോ അല്ലെങ്കിൽ ബാക്കിയുള്ള നല്ല കാര്യങ്ങൾക്ക് വേണ്ടി ചെലവഴിക്കാനുള്ള സന്നദ്ധതയുണ്ട്. അത്തരം സന്നദ്ധത നമ്മുടെ വലിയ വ്യവസായ കുടുംബങ്ങൾക്ക് പോലും ഇല്ല. ഇപ്പോൾ ടാറ്റ പോലെയുള്ള ചില കുടുംബങ്ങൾ വളരെ പ്രബുദ്ധമായി ചില കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെങ്കിലും ചില പുതിയ വ്യവസായ കുടുംബങ്ങളുണ്ട് വളർന്നു വരുന്നത്. അവർക്ക് ഈ രാജ്യത്തോട് എന്തെങ്കിലും പ്രതിബദ്ധതയുണ്ടോ? നമ്മളിപ്പോൾ അധ്യാപകന്മാരെ പറ്റി പറഞ്ഞില്ലേ, അതുപോലെ തന്നെ അതുണ്ട്. ആ പ്രതിബദ്ധത ഇല്ലായ്മ പല രംഗത്തും ഉണ്ട്. അഭിഭാഷകന്മാരുടെ ഇടയിലുണ്ട്. പഴയ അഭിഭാഷകന്മാരാണോ ഇന്നത്തത്? അവർ കുറ്റം പറയുകയല്ല.
അപ്പോൾ എല്ലാറ്റിലും ജീവിത വ്യാപാരത്തിൻ്റെ എല്ലാ രംഗങ്ങളിലും ഈ മൂല്യച്യുതി ഒരു ക്യാൻസർ പോലെ, അർബുദം പോലെ പടർന്നു പിടിക്കുക. ഈ ആധ്യാത്മിക ചിന്തയും അല്ലെങ്കിൽ ഒരു ധർമ്മബോധവും ഒക്കെ ഈ ജനങ്ങളിൽ സൃഷ്ടിക്കുന്ന കാര്യത്തിൽ നമ്മുടെ മതമേധാവികൾ പരാജയപ്പെട്ടിരിക്കുന്നു എന്ന് അങ്ങക്ക് തോന്നുന്നു? മതമേധാവികളല്ലേ, മതസ്ഥാപനങ്ങളല്ലേ ഇന്ന് ഏറ്റവും വലിയ ചൂഷണ പ്രസ്ഥാനങ്ങളായി മാറുന്നത്. അതിന് തലപ്പത്തിരിക്കുന്നവരാണ് ഇന്ന് കാര്യങ്ങൾ നടത്തുന്നത്. നേരെ മറിച്ച് ശരിയായ ശുദ്ധമായ ആത്മീയതയുള്ള ആളുകൾ വളരെ കുറവാണ്. എല്ലാം സ്ഥാപനവൽക്കരിക്കപ്പെട്ടിരിക്കുകയാണ്. ആ സ്ഥാപനം എന്ന് പറയുന്നതിൻ്റെ അടിത്തറ എന്താണെന്ന് വിചാരിച്ചാൽ സമ്പത്താണ്. ആ സമ്പത്തിന്മേലുള്ള അധികാരം, അതിനു വേണ്ടിയാണ് മത്സരങ്ങൾ. പള്ളികൾക്ക് സ്വത്തുണ്ടോ, മത്സരമുണ്ട്. അതുപോലെ തന്നെ മതസ്ഥാപനങ്ങൾക്ക് സ്വത്തുണ്ടോ, അവിടെ ഉണ്ട്. ഇപ്പോൾ വാസ്തവത്തിൽ സമൂഹത്തിലുള്ളത് എല്ലാ വിദ്യാഭ്യാസത്തിലും വന്ന മൂല്യച്യുതി പോലെ തന്നെ മതത്തിലും മൂല്യച്യുതിയുണ്ട്. പക്ഷേ മതത്തിലത് വരുന്നത്, മതത്തിലാണ് നമ്മുടെ എല്ലാ മൂല്യങ്ങളും നാം സൂക്ഷിക്കുന്നത്. അപ്പോൾ ഉറുമ്പ് ഈ തീക്കട്ട ഉറുമ്പരിക്കുന്നു എന്നൊരു ചൊല്ലുണ്ടല്ലോ നമ്മൾ, അതാണ് ഇപ്പോൾ ഇത്. മതമാണ് തീക്കട്ട, അതുപോലെ ഉറുമ്പരിച്ചു തുടങ്ങി. മതമേധാവിത്വത്തെ എതിർക്കുന്ന ഒരു ആത്മീയവാദിയാണ് ഡോക്ടർ എൻ എ കരീം എന്ന് പറഞ്ഞാൽ അതിനോട് അങ്ങ് യോജിക്കുമോ? മതമേധാവിത്വം ആവശ്യമില്ലല്ലോ. എന്ത് മേധാവിത്വമാണ്? ഞാനും എൻ്റെ സൃഷ്ടാവുമായിട്ടുള്ള ബന്ധമല്ലേ ഉള്ളൂ. അതിനിടയ്ക്ക് ഒരു ഇടനിലക്കാരൻ ആവശ്യമില്ല. ഞാൻ എൻ്റെ ചെയ്തികളുണ്ട്. ഞാനൊരു മുസ്ലിമാണ്. മുസ്ലിം എന്ന് വിചാരിച്ചാൽ ജന്മം കൊണ്ടൊരു മുസ്ലിമാണ്, പേരുകൊണ്ടും ഒരു മുസ്ലിമാണ്, കർമ്മം കൊണ്ടൊരു മുസ്ലിമാണെന്ന് ഞാൻ മുഴുവൻ അവകാശപ്പെടുന്നില്ല. ഒരു നല്ല മുസ്ലിം ഞാൻ ജീവിക്കുന്ന പോലെ ജീവിച്ചാൽ പോരാ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. എങ്കിലും ഞാൻ ഒരു ആത്മപരിശോധന നടത്താറുണ്ട് ഇടയ്ക്ക്. ഞാനൊരു മുസ്ലിം എന്ന് ഞാൻ അവകാശപ്പെടുന്ന ഞാൻ അതിന് അർഹനാണോ എന്ന് ഞാൻ എൻ്റെ മനസ്സാക്ഷിയോടാണ് ചോദിക്കേണ്ടത്. ഓരോരുത്തരും അവരുടെ മനസ്സാക്ഷിയോട് ചോദിച്ച് ഉത്തരം കണ്ടെത്തി ജീവിച്ചെങ്കിൽ മാത്രമേ, ഇവരോടല്ല ചോദിക്കേണ്ടത്. ഇവരോട് ചോദിച്ചാൽ സംഭാവനയാണ് കൊടുക്കാനാണ് പറയുക അതിന് പകരമായിട്ട്. അല്ലെങ്കിൽ നിങ്ങൾ ചെയ്ത പാപത്തിന് പ്രായശ്ചിത്തം എന്നുള്ള നിലയ്ക്ക് കുറച്ച് പണം തരിക, അതല്ല വേണ്ടത്. അതൊക്കെ വളരെ ആവശ്യമാണ്. അത് ഞാനാ ചെയ്യേണ്ടത്. അത് ഞാൻ എൻ്റെ വലത്ത് കൈ കൊണ്ട് ചെയ്യുന്നത് ഇടത്ത് കൈ അറിയരുത്. ബൈബിളിൽ പറയുന്നത് പോലെ തന്നെയാണ് ഞാൻ പറയുന്നത്. ഈ ഈശ്വര വിശ്വാസത്തിൽ അധിഷ്ഠിതമല്ലാത്ത മതവിശ്വാസമാണെന്ന് ലോകം അഭിമുഖീകരിക്കുന്ന ഏറ്റവും വലിയ വിപത്തെന്ന് അങ്ങ് കരുതുന്നുണ്ട്? ഈശ്വര വിശ്വാസമില്ലാത്ത മതവിശ്വാസം. ഈശ്വരനിൽ വലിയ വിശ്വാസമില്ല, എന്നാൽ മതത്തിൽ അമിതമായ വിശ്വാസവും. അതാണ് ഈ ഈശ്വരനെ കാണുന്നത് എവിടെയാണ്? എൻ്റെ സഹജീവികളിലാണ് ഞാൻ എൻ്റെ റൈം ഓഫ് ദി ഏൻഷ്യന്റ് മാരിനർ ഉണ്ടല്ലോ, ഗോൾഡ്രിഡ്ജിൻ്റെ, അതിൽ തന്നെ എന്താണ്, അല്ലെങ്കിൽ അബു ബെൻ ആഡം എന്നൊരു ഞങ്ങളൊക്കെ സ്കൂളിൽ പഠിക്കുന്ന ഒരു കവിതയായിരുന്നു, ലീ ഹണ്ടിൻ്റെ ഒരു കവിത. അബു ബെൻ ആഡം മേ ഹി സ്ട്രൈബ് ഇൻ ഗ്രീസ് എവോക്ക് വൺ നൈറ്റ് ഫ്രം എ ഡീപ്പ് ഡ്രീം ഓഫ് പീസ് എന്ന് തുടങ്ങുന്ന ആ കവിത ഉണ്ടല്ലോ. അതിൽ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പട്ടിക ആദ്യം കാണിച്ചപ്പോൾ അയാളുടെ പേരില്ല, പിന്നീട് വരുന്നതാണ്. മനുഷ്യരെ സ്നേഹിക്കാതെ ദൈവത്തെ സ്നേഹിക്കുന്നവരുടെ പട്ടികയിൽ പേര് വരില്ല. അപ്പോൾ എല്ലാറ്റിലും ദൈവത്തിൻ്റെ സൃഷ്ടികളെ സ്നേഹിക്കാത്തവർക്ക് ദൈവത്തെ സ്നേഹിക്കുന്നുവെന്ന് അവകാശപ്പെടാൻ ഇന്നില്ലെന്ന് വിശ്വസിക്കുന്ന ഒരാളാണ് ഞാൻ.